അടുത്തത് റെഗുലേഷൻ ഓഫ് യൂറിയ സൈക്കിളാണ്. യൂറിയ സൈക്കിളിൻ്റെ റെഗുലേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ. അതായത് കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തസൈസ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് റെഗുലേറ്റിംഗ് അല്ലെങ്കിൽ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബമൈൽ ഫോസ്ഫേറ്റ് എന്തിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്? അമോണിയം അയോൺസും ബൈകാർബണേറ്റ് അയോൺസും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാലും മതി, NH3 + CO2 എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? കാർബമൈൽ ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ കാർബമൈൽ ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നു. ആൻഡ് ഈ ഒരു റിയാക്ഷനിലെ എൻസൈം എന്ന് പറയുന്നത് കാർബമൈൽ സിന്തേസ് 1 അല്ലെങ്കിൽ കാർബമൈൽ സിന്തറ്റേസ് 1 എന്ന് പറയുന്ന എൻസൈമാണ്. ഈ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നാഗ് അല്ലെങ്കിൽ N-അസറ്റൈൽ ഗ്ലൂട്ടമേറ്റ് ആണ്. അപ്പോൾ കാർബമൈൽ സിന്തറ്റേസ് 1 ആക്ടിവേറ്റ് ആവണമെങ്കിൽ ആര് വേണം? നാഗ് വേണം. ഇനി നാഗ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചേരണം? അസറ്റൈൽ കോയയും ഗ്ലൂട്ടമേറ്റും ചേരണം. ചേർന്നാൽ മാത്രം പോരാ, അവിടെ ഒരു എൻസൈം വേണം. എൻസൈമിൻ്റെ പേരാണ് N-അസറ്റൈൽ ഗ്ലൂട്ടമേറ്റ് സിന്തറ്റേസ്, അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി നാഗ് സിന്തേസ് എന്ന് പറയാം. നാഗ് സിന്തേസ്. ഓക്കെ, നാഗ് സിന്തേസ്. അപ്പം നാഗ് സിന്തേസിൻ്റെ പ്രസൻസിൽ അസറ്റൈൽ കോയയും ഗ്ലൂട്ടമേറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യണം? നാഗ് ഫോം ചെയ്യണം. N-അസറ്റൈൽ ഗ്ലൂട്ടമേറ്റ് ഫോം ചെയ്യണം. ഇനി ഈ നാഗ് ഫോം ചെയ്യണമെങ്കിൽ എന്തു വേണം? അർജിനിൻ വേണം. ഓക്കെ, അർജിനിൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ, പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലുള്ളപ്പോൾ അല്ലെങ്കിൽ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലുള്ളപ്പോൾ മാത്രമേ എന്ത് പ്രസൻ്റ് ആവത്തുള്ളൂ? നമ്മുടെ ബോഡിയിൽ അർജിനിൻ പ്രസൻ്റ് ആവത്തുള്ളൂ. അപ്പം അർജിനിൻ ഉണ്ടെങ്കിലേ എന്തുള്ളൂ? N-അസറ്റൈൽ ഗ്ലൂട്ടമേറ്റ് സിന്തറ്റേസ് ആക്റ്റീവ് ആവത്തുള്ളൂ. നാഗ് സിന്തേസ് ഉണ്ടെങ്കിലേ അസറ്റൈൽ കോയയും ഗ്ലൂട്ടമേറ്റും ചേർന്ന് നാഗ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഇനി നാഗ് ഉണ്ടെങ്കിൽ മാത്രമേ കാർബമൈൽ സിന്തേസ് 1നെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എത്രയും പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ അമോണിയയുടെ പ്രസൻസ്, അർജിനിൻ്റെ പ്രസൻസ് കൂടുതൽ എങ്ങനെയുണ്ടോ അത്രയും കൂടുതൽ എന്ത് നടക്കും? യൂറിയ സൈക്കിൾ നടക്കും. പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലുള്ളപ്പോഴും അതുപോലെ സ്റ്റാർവേഷൻ്റെ സമയത്തും യൂറിയ സൈക്കിൾ ഒത്തിരിയായിട്ട് നടക്കും. ഓക്കെ, അല്ലാത്ത സമയത്ത് യൂറിയ സൈക്കിൾ റെഗുലേറ്റഡ് ആവും അല്ലെങ്കിൽ ഇൻഹിബിറ്റഡ് ആവും. അതിന് കാരണം എന്താ? പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആർജിനിൻ ഒത്തിരി ഉണ്ടാവും. ആർജിനിൻ ഒത്തിരി ഉണ്ടാകുമ്പോഴാണ് നാഗ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. നാഗ് സിന്തേസ് ആക്ടിവേറ്റ് ആയെങ്കിൽ മാത്രമേ നാഗ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. നാഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മുടെ യൂറിയ സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള അമോണിയയും ബൈകാർബണേറ്റും ചേരുന്ന പ്രോസസ്സ് ആക്ടിവേറ്റഡ് ആവത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് യൂറിയ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തേസ് 1 ഈസ് എ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഇൻ ദ യൂറിയ സൈക്കിൾ. CPS1 ഈസ് ആക്ടിവേറ്റഡ് ബൈ നാഗ്. CPS1നെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം? നാഗ് വേണമല്ലോ. ഇനി ഇറ്റ് ഈസ് സിന്തസൈസ് ഫ്രം ഗ്ലൂട്ടമേറ്റ് ആൻഡ് അസറ്റൈൽ കോയ അണ്ടർ ദ ആക്ഷൻ ഓഫ് നാഗ് സിന്തേസ്. നാഗ് സിന്തേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലൂട്ടമേറ്റും അസറ്റൈൽ കോയയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യത്തുള്ളൂ? നാഗ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. നാഗ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ CPS1 പ്രൊഡ്യൂസ് ആവത്തുള്ളൂ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ദ റേറ്റ് ഓഫ് യൂറിയ സിന്തസിസ് ഇൻ ലിവർ ഈസ് കോറിലേറ്റഡ് വിത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് N-അസറ്റൈൽ ഗ്ലൂട്ടമേറ്റ്. അപ്പം നാഗ് നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നാഗ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നാഗിൻ്റെ എമൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് യൂറിയ സൈക്കിളിൻ്റെ റെഗുലേഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. എനർജറ്റിക് ഓഫ് യൂറിയ സൈക്കിൾ അപ്പോൾ നമ്മൾ പഠിച്ചു വന്നപ്പോൾ തന്നെ കണ്ടതാണ്. എത്ര ATP ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? 2 ATP ഫസ്റ്റ് സ്റ്റെപ്പിലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, പിന്നെ 2 ATP ഇക്വലൻസ് തേർഡ് സ്റ്റെപ്പിലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ATPs ആണ് യൂറിയ സൈക്കിൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദ പ്രൊഡക്ഷൻ ഓഫ് കാർബമൈൽ ഫോസ്ഫേറ്റ് റിക്വയർസ് 2 ATP. 2 ATP equivalents are also utilized in third step to yield arginosaxonate. Thus the total ATP consumption in the urea cycle is 4. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.